ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നെൻ്റെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും ഞാൻ എന്ത് ടോപ്പിക്കിനെ കുറിച്ചാണ് പറയാൻ വരുന്നത്. മദേഴ്സിൻ്റെ പാഷനെ കുറിച്ചാണ്. എന്താ മദേഴ്സിന് പാഷൻ ആവാൻ പാടില്ലേ, അല്ലെങ്കിൽ മദേഴ്സിന് പാഷൻ ഇല്ലേ? ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പം ചെറിയൊരു മഴയൊക്കെ പെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ഗൾഫിലൊക്കെ മഴ പെയ്യുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു മഴ പെയ്താലും വലിയ എഫക്റ്റാണ്. കാലാവസ്ഥ ഇങ്ങനെ നല്ല തണുപ്പ് ഉള്ളൊരു മൂഡിലാണ് ഇരിക്കുന്നത്. ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം പുറത്തെ വ്യൂ. പുറത്തൊക്കെ കണ്ടില്ലേ, റോഡൊക്കെ കുറച്ച് വെള്ളത്തിൽ കിടക്കുകയാണ്. ഇപ്പം മഴയൊന്ന് തോർന്നതേ ഉള്ളൂ. ഇവിടെ സുൽത്താൻ്റെ ഫോട്ടോ ഒക്കെ കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കാര്യം അറിയാമായിരിക്കും. എൻ്റെ പാഷൻ എന്ന് പറഞ്ഞാൽ ഡാൻസാണ്. അപ്പോൾ ഡാൻസ് പാഷനായിട്ടുള്ള എല്ലാ അമ്മമാർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം. എനിക്ക് ഡാൻസ് കളിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. അതുപോലെ തന്നെ പല അമ്മമാർക്കും ഡാൻസ് അല്ലെങ്കിൽ പാട്ട് അങ്ങനെ പല ഇഷ്ടങ്ങളും കാണുമായിരിക്കും. ഇപ്പം ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ പലർക്കും അത് യൂസ്ഫുൾ ആവും. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കൊരു പല ചോദ്യത്തിനുള്ളൊരു ഉത്തരവായിട്ടോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഈ ടെക്നോളജിയൊക്കെ ഡെവലപ്പ് ചെയ്ത സമയത്ത് ഈ പാഷനെ കുറിച്ച് എന്തെത്ര സംസാരിക്കാനായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. ഞാൻ ഈ ഡാൻസ് ഫീൽഡിലോട്ട് വരുന്നതിന് മുമ്പ് എനിക്ക് പല ആശങ്കകളും പല സംശയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് ആരോട് ചോദിക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ ഒന്നും പറ്റിയിരുന്നില്ല. അപ്പോൾ ഞാൻ ഓർത്തു ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലർക്കും കാണുമായിരിക്കും. അത് ഈ വീഡിയോയിലൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, അതല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു, ഈ ഒരു പാഷൻ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇനി കൂടുതലായിട്ട് അറിയേണ്ടതുണ്ടോ അല്ലെങ്കിൽ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാം. ആദ്യമായിട്ട് എൻ്റെ ഡാൻസ് ജേർണി, ഞാനൊരു 4th പഠിക്കുമ്പോൾ തൊട്ട് ഞാൻ ബോർഡിങ്ങിലാണ് പഠിച്ചിട്ടുള്ളത്. സ്കൂളിൽ പഠിച്ചപ്പോൾ എനിക്ക് അവിടെ ഡാൻസ് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡാൻസ് അവിടെ ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് ആ സ്കൂൾ മാറേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഞാൻ 7th ആയപ്പോഴത്തേന് വേറൊരു സ്കൂളിലോട്ട് ഞാൻ ട്രാൻസ്ഫറായി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ എനിക്ക് ഡാൻസ് ക്ലാസ് ഒന്നും ഇല്ലായിരുന്നു. എൻ്റെ പേരൻസ് പറഞ്ഞു, ഇനിയിപ്പോൾ ഡാൻസ് ഒന്നും പഠിക്കേണ്ട, നിനക്ക് ഇനിയിപ്പം പഠിത്തത്തിലോട്ട് ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ കൊണ്ട് ഡാൻസൊക്കെ നിർത്തി. പിന്നെ സ്കൂളിലെ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോഴും സോളോ ആയിട്ടും അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടും ഒക്കെ ഞങ്ങൾ ഡാൻസ് കളിക്കുമായിരുന്നു. അങ്ങനെ സ്കൂളിംഗ് എല്ലാം കഴിഞ്ഞു കോളേജ് വന്നപ്പോഴും ഇതേപോലെ തന്നെ ഓരോ പ്രോഗ്രാംസിന് മാത്രം പങ്കെടുക്കുമായിരുന്നു. പിന്നീട് കല്യാണമൊക്കെ ആയി, ഞങ്ങളുടെ മസ്കറ്റിൽ വന്നു. പിന്നെ അത് കഴിഞ്ഞ് കുട്ടികളായി, പിന്നെ ജോബായി. അങ്ങനെ ഒരു ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ കുറച്ച് ഫാമിലീസ് എല്ലാം കൂടെ ചേർന്ന് ഒരു ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിൻ്റെ പേര് സമന്വയം എന്നായിരുന്നു. അപ്പോൾ അതിലും ഞങ്ങൾക്ക് ഇങ്ങനെ ഓണം, ക്രിസ്മസ് അല്ലെങ്കിൽ ഈദ് ഒക്കെ ഹോളിഡേയ്സ് ഒക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് ഓരോ പ്രോഗ്രാംസ് ഒക്കെ ഞങ്ങൾ ഇങ്ങനെ ചാർട്ട് ചെയ്യുമായിരുന്നു. ഇവിടെയൊക്കെ വെച്ച് കളിച്ച ഡാൻസിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഈ സൈഡിലൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. കോവിഡൊക്കെ വന്നപ്പോൾ ആ ഗ്രൂപ്പ് അങ്ങ് ഡിസ്പേഴ്സായി. പിന്നെ ഒന്നും ചെയ്യാനില്ലാതെ ഞാനിങ്ങനെ ഇരുന്നപ്പോഴാണ് ഡാൻസ് പഠിക്കാനായിട്ട് ജോയിൻ ചെയ്താലോ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ ആലോചിച്ചത്. അങ്ങനെ ഞാൻ കുറേ റിസർച്ച് ചെയ്തു. ലാസ്റ്റ് ഫേസ്ബുക്കിലൂടെ ഒരു ആഡ് കണ്ടിട്ടാണ് ഞാനിപ്പോൾ പഠിക്കുന്ന റിതം ഡാൻസ് ആൻഡ് മ്യൂസിക് എന്ന സ്ഥാപനത്തിൽ ഞാൻ പോയി ജോയിൻ ചെയ്യുന്നത്. ഒരു വർഷവും 4 മാസവും ഒക്കെ ആയിട്ടുണ്ട് ജോയിൻ ആയിട്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഈ ഭരതനാട്യം ഇതും പഠിക്കുന്നതും. പിന്നെ മെയിനായിട്ട് ഇതിനകത്ത് വേണ്ടത് ഫാമിലിയുടെ സപ്പോർട്ടാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഹസ്ബൻഡ്സിനും കൂടെ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. കാരണം അവരോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ഭാര്യമാർ ഇങ്ങനെ ഡാൻസ് ക്ലാസ്സിന് പോകുമ്പോൾ നിങ്ങൾക്ക് അത് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ വീട്ടിലുണ്ടാവും. പക്ഷേ അതിനെല്ലാം നിർത്തിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫിൻ്റെ പാഷൻ ഫോളോ ചെയ്യാനായിട്ടുള്ളത് നിങ്ങളൊരു ഹെൽപ്ഫുൾ ആവണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ഇപ്പോൾ എനിക്ക് തന്നെ അറിയാം പല അമ്മമാർക്കും ഒരുപാട് ഇഷ്ടങ്ങളുണ്ട്. പക്ഷേ അവർ പല കാരണങ്ങൾ കൊണ്ട് അവർ അതിനെല്ലാം മനസ്സിൽ വെച്ച് ഒരു ജോലിയുടെ ടെൻഷനോ അല്ലെങ്കിൽ ഫിനാൻഷ്യലിയോ അങ്ങനെ ബുദ്ധിമുട്ടുകൾ കാരണം പലരും അത് മനസ്സിൽ വെച്ച് അത് ഫോളോ ചെയ്യാതെ വരുന്നവരുണ്ട്. ഇപ്പോൾ എൻ്റെ ഡാൻസ് ക്ലാസ്സിൽ തന്നെ വരുന്ന ഒരുപാട് കുട്ടികൾ അവരുടെ അമ്മമാർക്കെല്ലാം ഡാൻസ് പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അവരുടെ ആഗ്രഹം അവർ മക്കൾ ആണ് തീർക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, നമുക്ക് ഒരു ജീവിതമേ അല്ലേ ഉള്ളൂ. നമ്മൾ ഈ ഒരു ജീവിതത്തിൽ നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചെടുക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പിന്നെ അടുത്തായിട്ട് പറയാനുള്ളത് എൻ്റെ ചിലങ്ക പൂജയാണ്. നല്ലൊരു ദിവസം നോക്കി ചിലങ്കയൊക്കെ പൂജിച്ചിരുന്നു. ഞങ്ങൾക്ക് ഒരു ദിവസം പ്രോഗ്രാമായിരുന്നു. അവിടെ ഒരു ഹോളിലൊക്കെ ബുക്ക് ചെയ്ത് ഞങ്ങൾ പ്രോഗ്രാമൊക്കെ നടത്തി. ഞാനും എൻ്റെ ഒരു പാർട്ട്ണറും കൂടി ചേർന്ന് ഞങ്ങൾ 4 ഐറ്റംസാണ് പെർഫോം ചെയ്തത്. അതിൽ ഓരോ ഐറ്റവും 8-9 മിനിറ്റും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്സും രീതിയിലൊക്കെയാണ് ടീച്ചർ ഞങ്ങളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്കത് നല്ല ഭംഗിയായിട്ടൊക്കെ കളിക്കാൻ പറ്റി. ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അങ്ങനെ ചിലങ്ക പൂജയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഈ 4 ഡാൻസും ഭരതനാട്യത്തിൻ്റെ അരങ്ങേറ്റം ചെയ്യാൻ പറ്റി. അതിൽ ഞാൻ സന്തോഷിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഡാൻസ് പാഷനായിട്ട് എടുക്കുന്നവർക്ക് മെൻ്റൽ ഒരു സ്ട്രെങ്തിൻ്റെ പുറമെ നമുക്കൊരു ഫിസിക്കൽ സ്ട്രെങ്തും കൂടെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അഡൽഹുഡിലൊക്കെ ഇരിക്കുന്ന ഈ മദേഴ്സിന്
എപ്പോഴും ഒരു ആശങ്ക കാണും, നമ്മുടെ ഫിസിക്കൽ സ്ട്രെങ്ത് നമ്മളെ അതിനെ അനുവദിക്കുമോ, നമ്മുടെ മക്കളെ പോലെ അല്ലെങ്കിൽ കൊച്ചു കുട്ടികളെ പോലെ തുള്ളിച്ചാടി നമുക്ക് കളിക്കാൻ പറ്റുമോ. പ്രത്യേകിച്ച് നമ്മുടെ കാലിനൊക്കെ നല്ലൊരു മസിൽ പവർ സ്ട്രെങ്ത് ഒക്കെ വേണ്ട ആക്ടിവിറ്റി ആണല്ലോ ഡാൻസ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു റിയൽ സ്ട്രഗിൾ എൻ്റെ മുട്ടുവേദന ഉണ്ടായിരുന്നു. അടവുകളൊക്കെ ചെയ്യുമ്പോൾ കാലുവേദന ഉണ്ടാവും. പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മസിൽസിനൊക്കെ നല്ല സ്ട്രെങ്ത് ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ അത് പതുക്കെ കുറഞ്ഞു വരും. പക്ഷെ ചിലർക്ക് മുട്ടിനകത്ത് വല്ല ഫ്ലൂയിഡ് കുറയുന്നതോ അല്ലെങ്കിൽ നേരത്തെ തന്നെയുള്ള തേയ്മാനം, ബോണൊക്കെ വീക്കാവും, അതുപോലെ മസിൽ വീക്ക്നെസ് ഉണ്ടാവും. കളിച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് കുറച്ച് വേദനകൾ ചിലപ്പോൾ ഇങ്ങനെ പെർസിസ്റ്റ് ചെയ്യാൻ, അത് തുടർന്ന് പോകാനൊരു കാരണമാവും. അപ്പം ആ സമയത്തൊക്കെ നമ്മൾ ഒട്ടും വിഷമിക്കാതെ, ഇപ്പം മുട്ടിനാണെങ്കിൽ ഒരുമാതിരി സ്റ്റിഫ്നെസ് പോലെ ഒട്ടും മടക്കാൻ പറ്റാത്ത പോലൊരു വേദന പോലെ വന്നു. എനിക്ക് ഈവൻ ഒന്ന് സെറ്റിയിൽ ഇരിക്കണമെങ്കിലോ എഴുന്നേക്കണമെങ്കിലോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഞാൻ ഡോക്ടറിനെ പോയി കണ്ടു, ബ്ലഡൊക്കെ ചെക്ക് ചെയ്തു. ഡോക്ടർ എന്നോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഇത് പലർക്കും യൂസ്ഫുൾ ആവും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്കത് നല്ല യൂസ്ഫുൾ ആയതാണ്. ഇതിലൂടെ പോയത് കൊണ്ട് എനിക്കിത് അറിയാവുന്നതുകൊണ്ട് ഞാൻ നിങ്ങളോട് അത് ഷെയർ ചെയ്യുകയാണ്. ഫസ്റ്റിൽ നമ്മൾ ചെയ്യേണ്ടത് നല്ലൊരു പ്രോപ്പർ ഡയറ്റ്. എൻ്റെ ബ്ലഡൊക്കെ നോക്കിയപ്പോഴത്തേന് എനിക്ക് ഈ പറഞ്ഞ പോലെ കാൽസ്യം, വിറ്റമിൻ ഡി ഇതെല്ലാം വളരെ കുറവായിരുന്നു. അപ്പം നമ്മൾ ഡയറ്റിൽ അത് ഇൻക്ലൂഡ് ചെയ്യുമോ അല്ലെങ്കിൽ അതിൻ്റെ സപ്ലിമെൻറ്റ്സ് നമ്മൾ എടുത്തിരിക്കണം. ഇപ്പോൾ ഒരു ഡാൻസ് ഒക്കെ കളിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വേദന നമുക്ക് മുഖ്യമായിട്ടും വരുന്നത് നമുക്ക് കാര്യങ്ങളെല്ലാം കുറവ് ഉണ്ടാകുന്നത്. രണ്ടാമത്തെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണം. മസിൽസിന് നമ്മുടെ ഈ മുട്ടിനും മസിൽസൊക്കെ നല്ല ഹൈഡ്രേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നല്ല വെള്ളം കുടിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നല്ല ബ്ലഡ് ഫ്ലോ ഉണ്ടാവുകയും ചെയ്യുള്ളൂ. മൂന്നാമതായിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു തന്നത് ഇമ്പോർട്ടൻ്റ് ഒരു എക്സസൈസാണ്. അത് എനിക്ക് നല്ല പ്രയോജനപ്പെട്ട ഒരു എക്സസൈസാണ്. വീട്ടിൽ ഇരുന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ റിസർച്ച് ചെയ്തപ്പോൾ മിക്ക ഡാൻസേഴ്സും ചെയ്യേണ്ടതായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു എക്സസൈസാണത്. അതായത് വെയിറ്റ് ട്രെയിനിങ് എക്സസൈസ് എന്ന് പറയും. നമ്മുടെ ലെഗ് മസിൽസിൻ്റെയൊക്കെ സ്ട്രെങ്തനിങ് ചെയ്യാനായിട്ട് നിങ്ങൾ പല ജിമ്മിലൊക്കെ യൂട്യൂബിലും ഒക്കെ പല വീഡിയോസ് നോക്കിയാൽ മതി. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാലിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് ഒക്കെ വെച്ച് ലെഗ് മസിൽസ് എല്ലാം സ്ട്രെങ്തനിങ് ചെയ്യുന്ന ഒരു എക്സസൈസുകളാണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ നല്ലൊരു രക്തയോട്ടം കിട്ടുകയും, നിങ്ങളിൽ ആരെങ്കിലും ഇങ്ങനെയുള്ള വേദന, മുട്ടുവേദന അല്ലെങ്കിൽ മുട്ടിനൊരു സ്റ്റിഫ്നെസ് വന്നിട്ട് നമുക്ക് മുട്ട് അനക്കാൻ പറ്റാത്തൊരിത് വരുവാണെങ്കിൽ ചെയ്യാവുന്ന ഒരു എക്സസൈസാണ്. അത് വീട്ടിൽ ഇരുന്ന് നമുക്ക് ചെറുതായിട്ട് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജിമ്മിൽ പോയി അത് ചെയ്യാവുന്നതാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് വാമപ്പും വാം ഡൗൺ. നമ്മൾ ഡാൻസ് കളിക്കുന്നതിന് മുമ്പും അത് കഴിഞ്ഞിട്ട് നമ്മൾ കറക്റ്റായിട്ട് വാമപ്പും വാം ഡൗണും ചെയ്യണം. ഈ ബ്രിസ്ക് വാക്കിങ് ചെറുതായിട്ടൊക്കെ നമുക്ക് വീട്ടിലൂടെ തന്നെ ഒന്ന് നടക്കാം. പിന്നെ നിങ്ങൾക്ക് വേദനയാണ്, എനിക്ക് കളിക്കാനൊക്കെ ഈ പറയുന്ന പോലെ മുഴുവണ്ടി അടവുകളൊക്കെ ചെയ്യാനൊക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് മാറ്റി നിങ്ങൾക്ക് വേറെ രീതിയിലുള്ള സ്റ്റെപ്സ് ഒക്കെ ആക്കി തരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്ന് വെച്ച് നമ്മുടെ പാഷൻ നിർത്താതെ എങ്കിലും ഏത് ഫോം ഓഫ് ഡാൻസ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ക്ലാസ്സിനൊക്കെ പോയി. പിന്നെ ഇപ്പോൾ നിങ്ങൾ ടെക്നോളജിയൊക്കെ വളരെ നല്ല ഡെവലപ്ഡ് ആയതുകൊണ്ട് യൂട്യൂബിൽ നിന്നൊക്കെ ഒരുപാട് ഇതുപോലത്തെ നമുക്ക് തന്നെ വീട്ടിൽ ഇരുന്ന് പഠിക്കാവുന്ന ഡാൻസ് വീഡിയോസും അതിൻ്റെ ട്യൂട്ടോറിയൽസും എല്ലാം ഉണ്ടല്ലോ. അത് നമ്മൾ വീട്ടിൽ നമുക്കിതൊന്നും പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഫിനാൻഷ്യലി എനിക്ക് പോകാൻ പറ്റില്ലല്ലോ, എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആലോചിച്ച് നിങ്ങൾ വിഷമിക്കാതെ നിങ്ങളുടെ പാഷൻ നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. ഇതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അത് മാത്രമല്ല, പണ്ടത്തെ പോലെ നമുക്ക് ധൈര്യമൊന്നുമില്ല, ഇത്ര നാൾ കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആക്കാൻ പറ്റില്ല എന്നുള്ള ചിന്തകളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ വന്നേക്കാം. പക്ഷേ അതൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ല. നിങ്ങളൊന്ന് പഠിച്ച് ഫുള്ളി കോൺഫിഡൻ്റ് ആയിട്ട് ശേഷം മാത്രം നിങ്ങൾക്ക് സ്റ്റേജിൽ കയറിയാൽ മതി. പിന്നെ കയറുന്നതിന് മുമ്പേ നമുക്ക് ഒരുപാട് ടെൻഷൻ. ഞാൻ അന്ന് ചിലങ്ക പോയിട്ട് അന്നാണേലും ഞാൻ എൻ്റെ പാർട്ട്ണറിനോടൊക്കെ അന്ന് ചോദിച്ചു, നിങ്ങൾക്ക് തന്നെ കളിക്കാമോ, ഞാൻ കളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ ആർട്ടിസ്റ്റുകളാണെങ്കിലും അവരുടെയൊക്കെ ഇൻ്റർവ്യൂസ് ഒക്കെ കേൾക്കുമ്പോഴും അവരും എല്ലാം പറയുന്നുണ്ട്, എത്ര പ്രാവശ്യം നമ്മൾ ഡാൻസ് സ്റ്റേജിൽ കയറി എന്ന് പറഞ്ഞാലും പിന്നെ നമുക്ക് ടെൻഷനാണ്. അതൊന്നും നമ്മൾ ആലോചിക്കുകയൊന്നും വേണ്ട. അത് എത്രയൊക്കെ എവിടെയൊക്കെ ആണെങ്കിലും നമുക്ക് ടെൻഷൻ ഉണ്ടാവും. നമുക്ക് മുന്നോട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ സ്ട്രഗിൾസിലൂടെ പോയാലല്ലേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനും പറ്റത്തുള്ളൂ. നമ്മുടെ ആഗ്രഹത്തിനെ മുറുക്കി പിടിക്കുക, നമ്മളൊരു വലിയൊരു കാര്യമായിട്ട് നമ്മുടെ ആഗ്രഹത്തിനെ കൊണ്ടുപോവുക, നമ്മുടെ പാഷൻ നമ്മൾ ഗ്രേറ്റ് ആയിട്ട് വെക്കുക എന്നുണ്ടെങ്കിൽ ലോകം നമ്മുടെ കൂടെ നിൽക്കും എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ഇങ്ങനെയുള്ള പാഷൻസ് എല്ലാം മനസ്സിൽ ഒതുക്കാതെ അല്ലെങ്കിൽ അത് മക്കളിലൂടെ നിറവേറ്റാം എന്ന് വിചാരിക്കാതെ നമ്മൾ തന്നെ ഇറങ്ങി തിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ തന്നെ അതിനുവേണ്ടി ആഗ്രഹിച്ച് നമ്മൾ തന്നെ അതിനുവേണ്ടി പഠിക്കണം. പിന്നെ നമുക്ക് ഈ പാഷൻ ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ സ്വയം മോട്ടിവേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. സെൽഫ് മോട്ടിവേഷൻ നമ്മൾ തന്നെ ചെയ്യുക. അതായത് നമ്മളൊന്ന് നമ്മുടെ പുറകെ ആര് നിൽക്കുമോ ഒന്നും ചെയ്യത്തില്ല. ചിലപ്പോൾ നമ്മളോട് ഡാൻസ് ചെയ്യേണ്ടെന്നൊക്കെ പറയാൻ എനിക്ക് ഒരുപാട് പേരെ ഉള്ളത്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ തന്നെ നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്യുക. ഇല്ല, എനിക്ക് പറ്റും, ഐ ക്യാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കും പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോഴും ഒക്കെ നമുക്ക് പേടിയില്ലാതെ
കളിക്കാനൊക്കെ പറ്റൂ. ഈ ഒരു വീഡിയോ പല അമ്മമാർക്കും അല്ലെങ്കിൽ ഡാൻസ് പാഷനായിട്ടുള്ള അമ്മമാർക്ക് പ്രയോജനം ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു. മടിച്ചു നിൽക്കാതെ, അറച്ചു നിൽക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ പാഷനുമായിട്ട് മുന്നോട്ട് പോകാൻ ദൈവം നിങ്ങൾക്ക് എല്ലാ വഴികളും തുറന്നു തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.